ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് പ്രകോപനങ്ങൾക്കുള്ള മറുപടി ഇന്ത്യ തുടരുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കും ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ഇന്ത്യൻ ഭാഗത്ത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് യുഎസ് ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും പാക് പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഉചിതമായ മറുപടി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ സത്തൌരി, സാംബ, ആർഎസ്പുര, അർണിയ എന്നിവിടങ്ങളിലേക്ക് പാകിസ്ഥാൻ 8 മിസൈലുകൾ വിക്ഷേപിച്ചു. എല്ലാ മിസൈലുകളും വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ നിർവീര്യമാക്കിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മുവിലെ ദൃശ്യങ്ങൾ ഇസ്രായേലിനെതിരായ ഹമാസ് മാതൃകയിലുള്ള ആക്രമണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഭീകര സംഘടനയായ ഹമാസിനെ പോലെയാണ് പാകിസ്ഥാൻ സേന പ്രവർത്തിക്കുന്നതെന്നും പാക് ചാരസംഘടനയായ ഐഎസ്ഐയും ഹമാസും കഴിഞ്ഞ മാസം പാക് അധീന കശ്മീരിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും വൃത്തങ്ങൾ വ്യക്തമാക്കി. അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമുള്ള ജമ്മു, പഠാൻകോട്ട്, ഉധംപൂർ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ യാതൊരു നാശനഷ്ടവും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ സേന ഈ ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു. വ്യത്യസ്തയിടങ്ങളിൽ ഡ്രോണുകൾ ദൃശ്യമായെങ്കിലും അവയെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നേരിടുകയായിരുന്നുവെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോടെ ജമ്മുകശ്മീരിലെ സാംബ ജില്ലയിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം നടന്ന നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി രക്ഷാസേന തകർത്തു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയുണ്ടായാലും ഉചിതമായ മറുപടി നൽകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. Our intention has not been to escalate matters. We are only responding to the original escalation, as I said, and our response has been targeted, precise, controlled and measured. No military targets have been selected. Only terrorist infrastructure in Pakistan has been hit. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം രാജ്യം ശക്തമായി പ്രതിരോധിച്ചതായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞു. ദേശീയ സുരക്ഷ സംബന്ധിച്ച മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മന്ത്രാലയതല ഏകോപനവും തയ്യാറെടുപ്പും അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സെക്രട്ടറിമാർ പങ്കെടുത്തു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സദാ ജാഗരൂകരായിരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംഭാഷണം നടത്തി. തീവ്രവാദത്തിനെതിരായ ഏതൊരു ശ്രമത്തെയും രാജ്യം ശക്തമായി ചെറുക്കുമെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി പ്രവർത്തിക്കാനുള്ള യുഎസ് പ്രതിബദ്ധതയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനിയുമായും അദ്ദേഹം ടെലിഫോണിലൂടെ സംസാരിച്ചു. പാകിസ്ഥാനുമായുള്ള ഏതൊരു സംഘർഷത്തിനും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ സുരക്ഷാ നയ ഉന്നത പ്രതിനിധി കാജ കലാസുമായും വിദേശകാര്യമന്ത്രി നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു. പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണം കണക്കിലെടുത്ത് കിഷൻഗഡ്, ഭുന്ദർ, ലുധിയാന വിമാനത്താവളങ്ങൾ അടച്ചു. നേരത്തെ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മുകശ്മീർ, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിരവധി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. അതേസമയം രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വ്യോമയാന മന്ത്രാലയം നിഷേധിച്ചു. 24 വിമാനത്താവളങ്ങൾ മാത്രമാണ് നിലവിൽ അടച്ചിട്ടിട്ടുള്ളത്. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളം വഴിയുള്ള 90 വിമാന സർവീസുകൾ റദ്ദാക്കി. നേരത്തെ ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡിഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിവിധ ആഭ്യന്തര വിമാന സർവീസുകൾ ഈ മാസം 10 വരെ റദ്ദാക്കിയിരുന്നു.
പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഐബിയുടെ ഫാക്ട് ചെക്ക് വിഭാഗത്തെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:45-ന്.